ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇപ്പോൾ ഒരു ക്വാറന്റൈൻ ടൈമാണ്. അതോടൊപ്പം നിങ്ങളെല്ലാവരും സ്റ്റുഡൻസിനെല്ലാവരും ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ മോഡ്യൂൾ 5 ഒരു ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു ടോപ്പിക്ക് ഞാനിവിടെ എടുക്കാൻ ശ്രമിക്കുന്നത് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോം എന്ന ടോപ്പിക്ക് ഏകദേശം ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഏകദേശം എല്ലാ വിദ്യാർത്ഥികൾക്കും നേരത്തെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്ക് നേരത്തെ കേട്ടിട്ടുള്ളതായിരിക്കും. നിങ്ങൾ ഇസഡ് ട്രാൻസ്ഫോമിനെ പറ്റിയുള്ള കുറേ കൺസെപ്റ്റുകൾ നിങ്ങളിവിടെ പഠിക്കുന്നു. ആൾറെഡി മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ ആ കൺസെപ്റ്റ് പഠിച്ചു. ഇനി അത് നമ്മളുടെ സിഗ്നൽസിൽ ആ കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ഈ മോഡ്യൂൾ 5 മോഡ്യൂൾ 6 മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൺസെപ്റ്റ് വളരെ ഈസിയാണ്. കുറച്ച് അതിൻ്റെ കുറേ പ്രോബ്ലംസും അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസും അതിൻ്റെ കുറേ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിഗ്നൽസ് നമുക്കറിയാം, 2 ടൈപ്സ് ഓഫ് സിഗ്നൽസാണ് നമുക്കുള്ളത്. 2 ടൈപ്സാണ് നമുക്ക് ആദ്യമേ അറിയാം. 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഒന്ന് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസും ഉണ്ട്, രണ്ടാമത്തത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസും ഉണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ടൈമിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ 3-4 മോഡ്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ആ ഡിസ്ക്രീറ്റ് ടൈമിലാണ് നമ്മൾ മെയിനായിട്ട് ഏത് അപ്ലൈ ചെയ്യുന്നത്, ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നമുക്കറിയാം, റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ജനറലായിട്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്: എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ. ഇതാണ് നമ്മുടെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു പ്രോബ്ലം, ഒരു ഗിവൺ സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തേക്കെന്ന് വെച്ചാൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ ഓഫ് എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ നമുക്കിവിടെ തന്നേക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോബ്ലം എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. ഇപ്പോൾ യു ഓഫ് എൻ എന്ന് നിങ്ങൾക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സിഗ്നൽസിൻ്റെ ആദ്യത്തെ ബേസിക് നമ്മൾ പഠിക്കും. ഇപ്പോൾ യു ഓഫ് ടി അല്ലെങ്കിൽ യു ഓഫ് എൻ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതിൻ്റെ ആ സിഗ്നലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം ആണെങ്കിലും ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിലും അതിൻ്റെ സിഗ്നലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ തൊട്ട് എവിടം വരെയാണ്? 0 ടു ഇൻഫിനിറ്റി വരെയാണ്. അപ്പോഴേ നമ്മുടെ ജനറൽ ഇക്വേഷൻ നോക്കുക. ഇവിടെ നമ്മുടെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് എവിടെ നിന്നാണ് സമ്മേഷൻ തുടങ്ങുന്നത്? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ സമ്മേഷൻ എവിടെ തൊട്ട് എടുത്താൽ മതി? 0 ടു ഇൻഫിനിറ്റി വരെ എടുത്താൽ മതി. ഇപ്പോൾ ഗിവൺ പ്രോബ്ലം അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ ഓഫ് എൻ ഇൻറ്റു യു ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ. ഇത് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇനി നമ്മുടെ യു ഓഫ് എന്നിൻ്റെ കൺസെപ്റ്റ് നമുക്ക് എന്താ? യു ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അത് എവിടെ തൊട്ടാണ് വരുന്നത്? അതിൻ്റെ സമ്മേഷൻ നമുക്ക് വരുന്നത് 0 ടു ഇൻഫിനിറ്റി തൊട്ടാണ്. അപ്പോൾ ആ കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറുന്നു? നമ്മുടെ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഇക്വേഷൻ സമേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റൈസ് ടു എൻ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ എന്നും മാറുന്നു. ഇനി നമുക്കറിയാം, ഇവിടെ നമുക്ക് ഈ 2 ടൈമിൻ്റെയും പവർ ടൈമിലുള്ളത് എൻ ആയതുകൊണ്ട് ആ 2 എന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. എ ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു എൻ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സമേഷൻ നമ്മൾ അറിയാം, എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ? സമേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. നമ്മുടെ ഈ ഗിവൺ ഫംഗ്ഷൻ എന്താ? എ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് 1 ഹോൾ റൈസ് ടു എൻ. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യുക? എന്നിന് ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എവിടെ തൊട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടുന്നു? എ ഇസഡ് റൈസ് ടു മൈനസ് 1 ഹോൾ റൈസ് ടു 0 പ്ലസ് എ ഇസഡ് റൈസ് ടു മൈനസ് 1 റൈസ് ടു 1 അപ് ടു നമുക്ക് എവിടെ വരെ എക്സ്പാൻഡ് ചെയ്യാം? അപ് ടു ഇൻഫിനിറ്റി വരെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് നേരത്തെ അറിയാം, എ ഇസഡ് റൈസ് ടു മൈനസ് 1 ഏത് ടേമിൻ്റെയും റൈസ് ടു 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി അത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എ ഇസഡ് റൈസ് ടു മൈനസ് 1 ദ ഹോൾ റൈസ് ടു 1 പ്ലസ് എ ഇസഡ് റൈസ് ടു മൈനസ് 1 ദ ഹോൾ റൈസ് ടു 2. ഇങ്ങനെ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ നേരത്തെ മാത്സിലൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താണത്? 1 മൈനസ് എക്സ് ഇൻവേഴ്സ് എന്ന ടേമിനെ നമുക്ക് എഴുതുമ്പോൾ അതിനെങ്ങനെ എഴുതാം? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് അപ് ടു ഇൻഫിനിറ്റി എന്ന രീതിയിൽ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അതേ കൺസെപ്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ടേമിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു മൈനസ് 1 എന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ടേമിനെ ഞാൻ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? x of z is equal to 1 by 1 minus a z inverse.
ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഞാനതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യുന്നു, ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെ എഴുതാം, എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. അപ്പോൾ ഇതാണ് നമ്മുടെ തന്നിരുന്ന ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഏതായിരുന്നു, എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ എന്ന് പറയുന്ന ആ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം നമുക്കിവിടെ കിട്ടി. എൽ എച്ച് എസ് എന്താ, എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. ഇനി നമ്മളൊരു സെക്കൻഡ് പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ സെക്കൻഡ് പ്രോബ്ലം ഇവിടെ തന്നേക്കുന്നത് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ റൈസ് ടു എൻ ഇൻറ്റു യു ഓഫ് മൈനസ് എൻ മൈനസ് 1 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ, നമ്മൾ ആ സിഗ്നലിൻ്റെ കൂടെ തന്നെങ്കിലും ടേം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഇവിടെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ വീണ്ടും എഴുതുന്നു. എന്താണ്, എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ. അത് എഴുതിയതിന് ശേഷം നമുക്കിവിടെ തന്നിരിക്കുന്ന സിഗ്നൽ എടുത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മൈനസ് ഓഫ് എ റൈസ് ടു എൻ ഇ ഓഫ് മൈനസ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ടേമിന് ഞാൻ എന്ത് ചെയ്യുന്നു, സമേഷന് പുറത്ത് കൊണ്ടുവരുന്നു. ഇനി ഇവിടെ നമുക്ക് തന്നേക്കുന്ന കൺസെപ്റ്റ് നോക്കുക, യു ഓഫ് മൈനസ് ഓഫ് എൻ മൈനസ് 1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, ഇപ്പോൾ യു ഓഫ് എൻ എന്ന് വെച്ചാൽ നമ്മുടെ സമേഷൻ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, സമേഷൻ ആണെങ്കിൽ യു ഓഫ് എൻ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ്, അതിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. യു ഓഫ് എൻ ആകുമ്പോൾ അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, 0 ടു ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ ആകുമ്പോൾ 0 ടു ഇൻഫിനിറ്റിയിലും സമേഷൻ ആകുമ്പോഴും എന്ത് തന്നെയാണ് 0 ടു ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ യു ഓഫ് എൻ മൈനസ് 1 ആകുമ്പോൾ അത് എവിടെ സ്റ്റാർട്ട് ചെയ്യും, യു ഓഫ് എൻ മൈനസ് 1 ആണ് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ സമേഷൻ 1 ടു ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 1 ടു ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇ ഓഫ് മൈനസ് ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പോൾ അത് എന്താവുന്നു, ലെഫ്റ്റ് ഷിഫ്റ്റ് ആവുന്നു. ശ്രദ്ധിക്കുക, അത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ അവിടെ സമേഷനും ഇൻ്റഗ്രേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ട് വരിക, -1 ടു മൈനസ് ഇൻഫിനിറ്റിയാണ്. ശ്രദ്ധിക്കുക, -1 ടു മൈനസ് ഇൻഫിനിറ്റിയാണ്. നമ്മൾ സിഗ്നൽസിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ഈ തന്നിരുന്ന ഫംഗ്ഷൻ്റെ കൂടെയുള്ള ഈ യു ഓഫ് എൻ മൈനസ് 1 എന്നോ യു ഓഫ് എൻ മൈനസ് 2 എന്നോ യു ഓഫ് എൻ മൈനസ് 3 എന്നോ വരുന്നതും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു സൈഡിൽ വരച്ച് നോക്കുക. അതിനുശേഷം അതിൻ്റെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ റീജിയൻ ഓഫ് സമേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താ, ഇ ഓഫ് മൈനസ് ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ സമേഷൻ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, -1 ടു മൈനസ് ഇൻഫിനിറ്റി. അതായത് നമ്മുടെ ജനറൽ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ, -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇവിടെ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നു, -1 ടു മൈനസ് ഇൻഫിനിറ്റി. നമ്മുടെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ സമേഷൻ നമുക്ക് എവിടെ നിന്ന് എവിടെ വരെ ഉണ്ട്, -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ സമേഷൻ നമ്മൾ എന്തായി, നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ എടുത്തെഴുതി നമ്മുടെ സമേഷൻ എന്തായി, മൈനസ് പുറത്തെടുത്തു, -ഇൻഫിനിറ്റി ടു -1 നമ്മൾ പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇക്വേഷൻ അറേഞ്ച് ചെയ്തു, എ ഓഫ് എൻ ഇൻറ്റു ഇസഡ് റൈസ് ടു മൈനസ് എൻ. ഇനി ഞാൻ വേറൊരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരികയാണ്. നമുക്കിവിടെ സമേഷൻ എവിടെ നിന്ന് എവിടെ വരെയുള്ള -ഇൻഫിനിറ്റി ടു -ഇൻഫിനിറ്റി. നമ്മൾ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ എന്തായിരിക്കും, സമേഷൻ എല്ലാം കണ്ടുപിടിക്കാൻ നമുക്കൊരു ബൗണ്ടഡ് അല്ലെങ്കിൽ ഫൈനൈറ്റ് വാല്യൂ കിട്ടുന്നതിന് നമ്മൾ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, -1 ടു -ഇൻഫിനിറ്റി എന്നുള്ള സമേഷനെ ഞാൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഞാൻ 1 ടു ഇൻഫിനിറ്റി സമേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സമേഷൻ ഞാൻ എന്താക്കി മാറ്റുന്നു, 1 ടു ഇൻഫിനിറ്റി എന്നാക്കുന്നു. അതിനുശേഷം എ റൈസ് ടു എൻ എന്നുള്ള ടൈമിന് ഞാൻ എന്താക്കി മാറ്റുന്നു, എ റൈസ് ടു -n എന്നാക്കുന്നു. അതിനുശേഷം അതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, എ റൈസ് ടു -1 ഇസഡ് എൻ ടൈമിനെ പുറത്തെടുക്കുന്നു, എ റൈസ് ടു -1 ഇൻറ്റു ഇസഡ് ദ ഹോൾ റൈസ് ടു എൻ എന്നാക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം എന്ത് കിട്ടി, -1 ടു ഇൻഫിനിറ്റി -1 ടു ഇസഡ് ടു എൻ എന്നായി. അപ്പോൾ നമ്മൾ എഴുതിയിരുന്ന ആ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചെയ്യുന്നത്, നമ്മളിപ്പോൾ അതിനെ എങ്ങനെ എഴുതി, സമേഷൻ ഓഫ് 1 ടു ഇൻഫിനിറ്റി എ റൈസ് ടു -1 ഇസഡ് റൈസ് ടു എൻ എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഈ ടേമിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സമേഷൻ 0 ടു ഇൻഫിനിറ്റി 1 ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇതിനെ നമുക്ക് സമേഷൻ നമുക്ക് 1ൽ നിന്ന് മൈനസ് ചെയ്യുന്ന രീതിയിലും അറേഞ്ച് ചെയ്യുക. അതായത് എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ പ്രോബ്ലം ഓഫ് ഈസിന് വേണ്ടി നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 1 മൈനസ് സമേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റൈസ് ടു -1 ഇൻറ്റു ഇസഡ് ദ ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതാം. ഇത് നമ്മളിവിടെ എഴുതാൻ കാര്യം ഈ ഒരു റിസൾട്ട് നമ്മളിപ്പോൾ ആൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു, നമുക്കതിൻ്റെ വാല്യൂ അറിയാം. അതായത് സമേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റൈസ് ടു -1 ടു ഇസഡ് ദ ഹോൾ റൈസ് ടു എൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചതായതുകൊണ്ട് ആ വാല്യൂ ഈ സമേഷൻ വരെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളത് സമേഷൻ എക്സ്പാൻഡ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വീണ്ടും ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ ആൾറെഡി ഈ പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ എക്സ് ഓഫ് ഇസഡ് ഇസിക്കൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 - a ഇൻവേഴ്സ് ഇൻറ്റു ഇസഡ്. അവിടെ എൽസിയം എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്കതിൻ്റെ റിസൾട്ട് എന്ത് കിട്ടുന്നു? എക്സ് ഓഫ് ഇസഡ് ഇസിക്കൽ ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് പ്രോബ്ലംസും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇസഡ് ട്രാൻസ്ഫോമിൽ പറയാനുള്ള അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ROC ആണ്, റീജിയൻ ഓഫ് കൺവെർജൻസ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.